Hi friends, welcome back to Civil Engineers Decorum. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്ലം ടെസ്റ്റിനെ കുറിച്ചാണ്. നിങ്ങൾ തംബ്നെയിലിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ബിൽഡിംഗ് ഇൻസ്ട്രക്ഷൻസിൽ നിന്നുള്ള ഒരു ടോപ്പിക്കായ സ്ലം ടെസ്റ്റ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്ലം ടെസ്റ്റ് കേരള PSC ഓവർസിയർ ഗ്രേഡ് 3 എക്സാമിന്റെ സിലബസിലും പറയുന്നുണ്ട് സ്ലം ടെസ്റ്റിനെ കുറിച്ച് പഠിക്കാൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കേരള PSC ഓവർസിയർ ഗ്രേഡ് 3 എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്, മെത്തേഡ് ഓഫ് മിക്സിംഗ് കോൺക്രീറ്റ്. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കാണുക. ഇനി സ്ലം ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. സ്ലം ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് മെഷർ ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലം ടെസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ മീൻസ് ഓഫ് അസസിംഗ് ദി കൺസിസ്റ്റൻസി ഓഫ് ഫ്രഷ് കോൺക്രീറ്റ് യൂസ്ഡ്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് അതിന് വേണ്ട അപ്പാരറ്റസ് എന്ന് നോക്കാം. സ്ലംബ്, ടാമ്പിംഗ് റോഡ്, ബേസ് പ്ലേറ്റ്. ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോൺക്രീറ്റിൽ ഒരുപാട് ടെസ്റ്റുകൾ തന്നതിന് ശേഷം നമ്മൾ വർക്കബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ സ്ലം ടെസ്റ്റ് അതിലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ സ്ലം ടെസ്റ്റ് ആണ് നമ്മൾ വർക്കബിലിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. നമ്മൾ അപ്പാരറ്റസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ ഉണ്ടാകുന്നത് എന്താണ്? മെയിൻ അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഒരു സ്ലം കോൺ ആണ്. സ്ലം കോണിന്റെ ബോട്ടം വിഡ്ത്ത് 200 mm ആണ്. അതും ചോദിക്കാറുണ്ട്. ബോട്ടം വിഡ്ത്ത് ഓഫ് സ്ലം കോൺ ആൻഡ് ടോപ്പ് വിഡ്ത്ത് 50 mm ആണ്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഒരു ടാമ്പിംഗ് റോഡ്, 16 mm ടാമ്പിംഗ് റോഡാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇംപെർവിയസ് സർഫസ്, ഇംപെർവിയസ് പ്ലേറ്റ്. അത് മൂന്നുമാണ് സ്ലം ടെസ്റ്റിന് മേജറായിട്ട് വേണ്ട എക്യുപ്മെന്റ്സ് എന്ന് പറയാം. ഓക്കെ, പിന്നെ അതിന്റെ പ്രൊസീജിയറിലോട്ട് കിടക്കുകയാണ്. പ്രൊസീജിയർ എന്നിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഈ സ്ലം കോൺ നമ്മളൊരു ഇംപെർവിയസ് ലെയർ അല്ലെങ്കിൽ ഒരു ഇംപെർവിയസ് സർഫസിൽ വെക്കും. അതിനുശേഷം ഇതിലേക്ക് 4 ലെയർ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കോൺക്രീറ്റ്, നമ്മൾ പ്രിപ്പയർ ചെയ്ത കോൺക്രീറ്റ് 4 ലെയർ ആയിട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കും. ഓരോ ലെയറിന് ശേഷവും നമ്മൾ ഈ 16 mm ടാമ്പിംഗ് റോഡ് വെച്ചിട്ട് 25 minutes ടാമ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ. അതിനുശേഷം നമ്മൾ ഈ സ്ലം കോണ് റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു ഡിക്രീസ് ഇൻ സ്ലംബ് വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിക്രീസ് ഇൻ കോൺക്രീറ്റിന്റെ ഹൈറ്റിൽ ഒരു ഡിക്രീസ് വരും. അതിനെയാണ് നമ്മൾ സ്ലംബ് എന്ന് പറയുന്നത്. ഡിക്രീസ് ഇൻ ദ ഹൈറ്റ് ഓഫ് കോൺക്രീറ്റ് ഈസ് കോൾഡ് സ്ലംബ്. അപ്പൊ ഇതാണ് സ്ലംബ് എന്താണെന്നുള്ളതിന്റെ ഡെഫിനിഷൻ. എന്താണ്? നമ്മൾ സ്ലം കോൺ ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്ലം കോൺ റിമൂവ് ചെയ്യുമ്പോൾ ദർ ഇസ് എ ഡിക്രീസ് ഇൻ ദ ഹൈറ്റ് ഓഫ് കോൺക്രീറ്റ്. അതിനെയാണ് നമ്മൾ സ്ലംബ് എന്ന് പറയുന്നത്. അപ്പൊ ഹയർ ദ സ്ലം വാല്യൂ ആണ്, അതായത് ഡിക്രീസ് ഇൻ കോൺക്രീറ്റിന്റെ ഹൈറ്റ് വളരെയധികം കുറവാണെങ്കിൽ അതിനെന്താണ് നമ്മൾ പറയുന്നത്? അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മോർ വർക്കബിൾ ഈസ് കോൺക്രീറ്റ്. അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് നമ്മൾ സ്ലം ടെസ്റ്റിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. S1, S2, S3 ആൻഡ് S4. 10 to 40 mm ആണ് നമ്മുടെ സ്ലംബിന്റെ ഹൈറ്റ് എങ്കിൽ, കോൺക്രീറ്റിന്റെ ഹൈറ്റ് എങ്കിൽ അത് S1, ആൻഡ് 50 to 90 mm ആണ് സ്ലം വാല്യൂ എങ്കിൽ ഇറ്റ് ഇസ് S2, ആൻഡ് S3 എന്ന് പറയുമ്പോൾ എന്താണ്? കോൺക്രീറ്റിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ സ്ലം വാല്യൂ 100 to 150 ആണെങ്കിൽ S3, ആൻഡ് S4 is more than 160 ആണെങ്കിൽ S4. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് ബേസ്ഡ് ഓൺ ദി പ്രൊഫൈൽസ്. നമ്മുടെ സ്ലംബിന്റെ പ്രൊഫൈൽ വെച്ചിട്ട് നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ട്രൂ സ്ലംബ്, ഷിയർ സ്ലംബ്, കൊളാപ്സ് സ്ലംബ്. ഓക്കെ, അപ്പൊ എന്താണ് അത് ഓരോന്നെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് അപ്പൊ ട്രൂ സ്ലംബ്, ഷിയർ സ്ലംബ്, കൊളാപ്സ് സ്ലംബ്. ഇത് പിക്ചറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാലും ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ട്രൂ സ്ലംബ് എന്ന് പറയുമ്പോൾ അതൊരു റിയൽ സ്ലംബാണ്. നമ്മൾ കോൺക്രീറ്റ് ഹൈറ്റ് കുറയും, മെയിൻറ്റെയിനിങ് മോർ ഓർ ലെസ് ദ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഷേപ്പ് കുറച്ചേ കുറയുള്ളൂ, കൂടുതലായിട്ട് കുറയില്ല. അപ്പൊ അതാണ് ട്രൂ സ്ലംബ്. സെയിം ഷേപ്പിൽ തന്നെ സെയിം ഷേപ്പിൽ തന്നെ ഹൈറ്റ് അങ്ങ് കുറയും. അതിനെയാണ് നമ്മൾ ട്രൂ സ്ലംബ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഷിയർ സ്ലംബ് എന്ന് നോക്കാം. ഷിയർ സ്ലംബ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ദ കോൺ സ്ലൈഡ്സ് ഡൗൺവേർഡ്, അല്ലെങ്കിൽ എന്ത് ചെയ്യും? കോൺക്രീറ്റ്സ് കട്ട് ആൻഡ് സ്ലൈഡ്സ് ടു ദ സൈഡ്. കോൺക്രീറ്റ് കട്ട് ചെയ്തിട്ട് സൈഡിലേക്ക് അത് വീഴുകയാണ്, അല്ലെങ്കിൽ ഹാഫ് ഓഫ് ദ കോണിന്റെ ഹാഫിൽ വെച്ച് കട്ട് ചെയ്ത് അത് സൈഡിലേക്ക് പോവുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷിയർ സ്ലംബ് എന്ന് പറയുന്നത്. ഷിയർ സ്ലംബ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ റിസൾട്ട് ഇൻകംപ്ലീറ്റ് ആണ്, അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്യണം എന്നാണ് ഷിയർ സ്ലംബ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും ഒരു പുതിയ സാമ്പിൾ എടുത്ത് വീണ്ടും പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഷിയർ സ്ലംബ് പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്?
ലാക്ക് ഓഫ് കൊഹീഷൻ ഓഫ് ദ മിക്സ്, അതായത് കോൺക്രീറ്റിന്റെ കമ്പോണൻസ് തമ്മിൽ കൊഹീഷൻ ഇല്ല എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഷിയർ സ്ലംബ്. നെക്സ്റ്റ് വരുന്നതാണ് കൊളാപ്സ് സ്ലംബ്. കൊളാപ്സ് സ്ലംബ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കോണ് മാറ്റുന്നത് കൂടി കംപ്ലീറ്റ് കോൺക്രീറ്റ് വീണ് പോവുക, കൊളാപ്സ് ആയി പോവുക. അതിനാണ് നമ്മൾ കൊളാപ്സ് സ്ലംബ് എന്ന് പറയുന്നത്. കോൺക്രീറ്റ് സ്ലംസ് കംപ്ലീറ്റ് ആയിട്ട് കൊളാപ്സ് ആയി പോകും. ആൻഡ് ദിസ് മീൻസ് ദാറ്റ് വാട്ടർ സിമെന്റ് റേഷ്യോ വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ വർക്കബിലിറ്റി, ഇത്തരം കോൺക്രീറ്റിന്റെ വർക്കബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ സ്ലം കോൺ പറ്റില്ല എന്നുകൂടെയാണ് ഇത്തരം സ്ലംബ് അല്ലെങ്കിൽ സ്ലംബ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, കൊളാപ്സ് സ്ലംബ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി മറ്റൊന്ന് വരുന്നത് നോക്കൂ, ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് അങ്ങ് കൊളാപ്സ് ചെയ്തു പോകും. ഇനി മറ്റൊന്ന് വരുന്നതാണ് ശരിക്കും സീറോ സ്ലംബ്. അതായത് സീറോ സ്ലംബ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കോൺ മാറ്റിയാലും എത്രയാണോ നമ്മൾ കോണിന്റെ അകത്തിട്ട് അത്രയും കോൺക്രീറ്റ് തന്നെ റിജിഡ് ആയിട്ട് നിൽക്കും, ഒരു കൊളാപ്സും വരില്ല. അതിന് സീറോ സ്ലംബ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബേസ്ഡ് ഓൺ ദ പ്രൊഫൈൽ കോൺക്രീറ്റിന്റെ സ്ലംബിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്കിന് ഡിഫറെന്റ് സ്ലം വാല്യൂ ആയിരിക്കും വേണ്ടത്. നമ്മളിവിടെ താഴെ കുറച്ച് ടൈപ്സ് ഓഫ് വർക്കിന് ആവശ്യമുള്ള സ്ലം വാല്യൂസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. റോഡ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ 20 to 40, അതുപോലെ തന്നെ കർബ്സും പാരപ്പറ്റ്, പിയേഴ്സ്, സ്ലാബ്സ്, അങ്ങനെ ഹൊറിസോണ്ടൽ വാൾസ്, അതിനൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും 40 to 50. ആൻഡ് കനാൽ ലൈനിങ്ങിനാണെങ്കിൽ 70 to 80 mm. ആൻഡ് ആർച്ച് അതുപോലെ തന്നെ സൈഡ് വാൾ ടണലിലാണെങ്കിൽ 90 to 100 mm. നോർമൽ RCC വർക്കിനാണെങ്കിൽ 80 to 150 mm. മാസ് കോൺക്രീറ്റ് ആണെങ്കിൽ അത് 25 to 50. ആൻഡ് കോൺക്രീറ്റ് ടു ബി വൈബ്രേറ്റഡ് ആണെങ്കിൽ 10 to 25 mm. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു, നമ്മൾ കോൺക്രീറ്റ് മെക്കാനിക്കൽ വൈബ്രേറ്റർ വെച്ചിട്ടാണ് വൈബ്രേഷൻ കൊടുക്കുന്നതെങ്കിൽ അതിന്റെ സ്ലം വാല്യൂ എത്രയായിരിക്കും എന്നാണ്. അപ്പോൾ നമ്മുടെ വൈബ്രേറ്റേഴ്സ് അനുസരിച്ചിട്ടും സ്ലം വാല്യൂവിൽ ഡിഫറൻസ് വരും. പവർ ഡ്രിവൺ ആണെങ്കിൽ അത് 25 mm ആണ് അതിന്റെ സ്ലം വാല്യൂ. അതുപോലെ തന്നെ 25 to 50 mm ആണ് സ്ലം വാല്യൂ എങ്കിൽ അത് ഹാൻഡ് ഡ്രിവൺ ആയിരിക്കും. അതുപോലെ 50 mm ആണെങ്കിൽ മെക്കാനിക്കൽ വൈബ്രേറ്റർ ആയിരിക്കും അതിന് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക കോൺക്രീറ്റിന്റെ വൈബ്രേഷന്. അതുപോലെ തന്നെ 100 mm ആണെങ്കിൽ നമ്മൾ നോർമൽ വൈബ്രേറ്റർ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സ്ലം ടെസ്റ്റിനെ കുറിച്ചാണ്. കോൺക്രീറ്റിലെ മറ്റുള്ള ഒരുപാട് ടെസ്റ്റുകളുണ്ട്, അതൊക്കെ ഞാൻ എൻ്റെ അക്കാദമിൻ്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം, അതൊന്ന് പോയി കാണാം. ഓക്കെ, താങ്ക് യു.